യുഎയിലെ മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ദുബായിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന്റെ യാത്ര അനിശ്ചിതത്വത്തിൽ. വിമാനം ദുബായിൽ ഇറക്കാനാകാതെ കരിപ്പൂരിൽ തിരിച്ചെത്തി. യാത്രക്കാരെ റാസൽ ഖൈമയിൽ എത്തിക്കാൻ സൗകര്യമൊരുക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. ഷഹദ് റഹ്മാൻ ചെയ്യുന്നു. ഷഹദ്, വിശദാംശങ്ങൾ. സുഹേൽ, നമുക്കറിയാം യുഎയിൽ വലിയ രീതിയിലുള്ള മഴക്കെടുതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി വിമാനങ്ങൾ പോകുകയോ അതുപോലെ തന്നെ വരികയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ദുബൈയിലേക്ക് ഇന്നലെ പുറപ്പെട്ട കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും ഇന്നലെ പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിലെ യാത്രക്കാരുടെ യാത്രയാണ് അനിശ്ചിതത്വത്തിൽ ആയിട്ടുള്ളത്. കോഴിക്കോട് നിന്നും ഇന്നലെ രാത്രി 8 മണിക്ക് പോയ വിമാനം ദുബായിൽ ഇറക്കാനാകാതെ കരിപ്പൂരിൽ തന്നെ തിരിച്ചെത്തുകയായിരുന്നു. ഇന്നലെ രാത്രി മസ്കറ്റ് വിമാനത്താവളത്തിൽ ഇറക്കിയ വിമാനം പുലർച്ചെയാണ് ഇന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയിട്ടുള്ളത്. ഏകദേശം 180ഓളം യാത്രക്കാരാണ് ഈ വിമാനത്തിലുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഔദ്യോഗികമായിട്ട് ലഭ്യമായിട്ടുള്ള വിവരം. യാത്രക്കാരെ റാസൽ ഖൈമയിൽ എത്തിക്കാമെന്ന സൗകര്യമൊരുക്കുമെന്നും എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റീഫണ്ട് നൽകാൻ തയ്യാറാണെന്നും എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള, അതായത് ഇനി വിമാന സർവീസ് എന്നാണോ പുനരാരംഭിക്കുന്നത് ആ ദിവസങ്ങളിൽ പോകുവാനുള്ള മറ്റ് സൗകര്യങ്ങളും ഒരുക്കാമെന്ന കാര്യവും എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച്, ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഇന്ന് 3 മണിയോടുകൂടി ഈ അനിശ്ചിതത്വത്തിന് ഒരു വിരാമം ഉണ്ടാകും എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം 3 മണിയോടുകൂടി ഒരു സ്പെഷ്യൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ദുബായിലേക്ക് കൊണ്ടുപോകാനാകും എന്നൊരു പ്രതീക്ഷയാണുള്ളത്. അത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അല്പസമയത്തിനകം അത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സുഹൈൽ, ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്. വ്യോമഗതാഗതം അടക്കം രീതിയിൽ താറുമാറായിരുന്നു. ഇപ്പോഴും സർവീസുകൾ കൃത്യമായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ.